എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും സ്ട്രോങ് ആയിട്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നതാട്ടോ. ഞാനും ചേച്ചിയും ചെറുതായപ്പം അച്ഛൻ ഫുൾ ടൈം ട്രാവലിംഗ് ആയിരുന്നു വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടി. അന്നൊക്കെ പലരും അമ്മേനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത്രയും വികൃതി പിള്ളേരെ വേറെ കണ്ടിട്ടില്ല എന്ന്. ഞാനും ചേച്ചിയും ഫുൾ ടൈം അടിയായിരുന്നു, എന്തേലുമൊക്കെ വികൃതി ഒപ്പിക്കും. പ്രത്യേകിച്ച് ഞാൻ എന്തേലുമൊക്കെ ഒപ്പിച്ചിട്ട് ഫുൾ ടൈം ഹോസ്പിറ്റലിലുമായിരുന്നു. കാലൊടിക്കുക, കൈയൊടിക്കുക, പനി, ഛർദി, ഇടയ്ക്കിടയ്ക്ക് എന്നെയും കൊണ്ട് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷേ അന്നൊന്നും അച്ഛൻ്റെ വീട്ടിൽ നിന്നായാലും അമ്മേൻ്റെ വീട്ടിൽ നിന്നായാലും ഗ്രാൻഡ് പാരൻസും ആരും വന്ന് നിന്നിട്ടില്ല. അമ്മ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അമ്മ എന്ത് സ്മൂത്തായിട്ടാരോ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. വീട്, അമ്മേൻ്റെ വർക്ക്, ഞങ്ങളുടെ ലൈഫ് എല്ലാം അമ്മ ഭയങ്കര അടിപൊളിയായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നേ വരെ അമ്മ ഗിവപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനും അമ്മയും ഇപ്പോഴും ഓൺ എ ഡെയിലി ബേസിസ് അടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എന്തേലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ലേറ്റായി പുറത്തു പോകുന്നതോ അല്ലെങ്കിൽ കൂടുതൽ കമ്പനി ആമ്പിള്ളേരോടാണെന്നോ അങ്ങനെ എന്തേലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ഇത് ജനറേഷൻ ഗ്യാപ്പിൻ്റെ കുറേ ഇഷ്യൂസ് ആണെന്നൊക്കെ. പക്ഷേ വലുതായി കഴിഞ്ഞപ്പം ഞാൻ കുറേയൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. അമ്മ സ്ട്രിക്റ്റ് ആവുന്നത് അമ്മേൻ്റെ കെയർ കൊണ്ടാണ് അല്ലെങ്കിൽ സ്നേഹം കൊണ്ടാണ് എന്നുള്ളതൊക്കെ. പിന്നെ ആരേലും എന്നോട് നീ ബോൾഡാണ്, നീ സ്ട്രോങ് ആണ് എന്നൊക്കെ പറയുമ്പം ഞാൻ ഓർക്കും, എങ്ങനെ ആവാണ്ടിരിക്കും, ഞാൻ വളർന്നത് എൻ്റെ അമ്മേനെ കണ്ടിട്ടാണ്. എൻ്റെ ലൈഫിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മൊമെൻ്റ് എൻ്റെ അമ്മയാണ്. അമ്മയുടെ ലൈഫിലെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്രിഫൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വീടിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം, കേപ്പബിളായിട്ട് അമ്മ ഡിസേർവ് ചെയ്യുന്ന അല്ലെങ്കിൽ അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റണമെന്നാണ്. ഞങ്ങൾ ലൈഫിൽ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പങ്ക് അമ്മയ്ക്കുള്ളതാണ് കേട്ടോ. അമ്മേനെ സുഖിപ്പിക്കാൻ പറയാം ഇത് എന്ന് വിചാരിക്കേണ്ട കേട്ടോ. ആൻഡ് അമ്മ, താങ്ക് യു ഫോർ നെവർ ഗിവിങ് അപ്പ് ആൻഡ് ഓൾവേസ് ബീങ് ദെയർ ഫോർ അവർ ഹോം. വി ഓൾ ലവ് യു സോ മച്ച് ആൻഡ് ഹാപ്പി മദേഴ്സ് ഡേ.